Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതോട് അനുബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നമ്മൾ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? മുൻകാലങ്ങളിൽ SSCക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളും കൂടി ചേർത്ത് നമ്മൾ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ക്ലാസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാൾവ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതാണ്? മാൾവ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതാണ്? ഓർത്തു വയ്ക്കുക, ഈ ഒരു ചോദ്യം SSCക്കും ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ ഇവിടെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്. മാൾവ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഏതാണ്? മാൾവ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ചമ്പല്, സിന്ധ്, ബെട്വ, കെൻ, പാർവതി, മഹി, സിപ്ര, ഗംഭീർ തുടങ്ങിയ നദികളാണ് മാൾവ പീഠഭൂമിയിൽ നിന്നും പ്രധാനമായും ഉത്ഭവിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ മാൾവ പ്ലാറ്റ്യൂ എവിടെയാണെന്ന് ഓർത്തുക. മാൾവ പ്ലാറ്റ്യൂ പ്രധാനമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് വിന്ധ്യക്കും അതോടൊപ്പം ആരവല്ലിക്കും മധ്യേന്. ആരവല്ലി നമുക്കറിയാം ഗുജറാത്തിൽ നിന്ന് ഡൽഹി വരെ കിടക്കുന്ന ഒന്നാണ് ആരവല്ലി എന്ന് പറയും, രാജസ്ഥാനിലൂടെ പോകുന്നത്. അതോടൊപ്പം വിന്ധ്യ. അപ്പൊ ആരവല്ലിക്കും വിന്ധ്യക്കും മധ്യേ നിൽക്കുന്ന അല്ലെങ്കിൽ ആരവല്ലിക്കും വിന്ധ്യക്കും ഇടയിൽ കിടക്കുന്ന ഒരു ഭാഗത്തെ നമ്മൾ മാൾവ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും മധ്യപ്രദേശ് പരിപൂർണമായും വരുന്ന ഒരു റീജിയൻ കൂടിയാണ് മാൾവ പ്ലാറ്റ്യൂ. ആ മാൾവ പ്ലാറ്റ്യൂവിൽ നിന്ന് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് ചമ്പലുണ്ട്, സിന്ധ് ഉണ്ട്, ബെട്വ, കെൻ ഉണ്ട്, പാർവതി, സിപ്ര, ഗംഭീർ, മഹി. ഈ നദികളെല്ലാം പ്രധാനമായിട്ടും മാൾവ പ്ലാറ്റ്യൂവിൽ നിന്ന് ഒഴുകുന്ന നദികളാണ്. അതിൽ പ്രധാനമായിട്ടും ചമ്പല്, ബെട്വ, സിന്ധ്, കെൻ ഓർത്തുക. ചമ്പൽ, ബെട്വ, സിന്ധ്, കെൻ തുടങ്ങിയ നദികളെല്ലാം നമ്മുടെ യമുന നദിയുടെ പോഷക നദിയാണ് ഒന്നുകൂടി ഓർത്തിക്കുക. നമുക്കറിയാം ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് ഏത്? ലോങ്സ്റ്റ് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗയാണ് യമുന. ആ യമുനയുടെ പോഷക നദികളാണ് ഏത്? ചമ്പല്, ബെട്വ, സിന്ധ്, കെൻ എന്ന് പറയുന്നത്. ചമ്പല്, ബെട്വ, സിന്ധ്, കെൻ തുടങ്ങിയതെല്ലാം നമ്മുടെ യമുന നദിയുടെ പോഷക നദികളാണെന്ന് കൂടി ഓർത്തിക്കുക. ആ ചമ്പൽ നദി നമുക്കറിയാം അതാണ് ഗാന്ധി സാഗർ അണക്കെട്ട എന്നെല്ലാം നിലനിൽക്കുന്നതും ഈ ചമ്പൽ നദിയിലാണ്. ചമ്പൽ കാടുകൾ മധ്യപ്രദേശ് പ്രശസ്തമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓർക്കുക. ഇതാണ് പ്രധാനമായിട്ടും മാൾവ പ്ലാറ്റ്യൂവിൽ നിന്നും ഒഴുകുന്ന നദികൾ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതിനോടൊപ്പം ഈ മാൾവ പ്ലാറ്റ്യൂവുമായി ബന്ധപ്പെട്ട ഓർത്തുകയുടെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഉണ്ടായിരുന്നത് ഒന്ന് പരമാര രാജവംശം ഉണ്ടായിരുന്നു, ഗുപ്ത രാജവംശം, അതോടെ മൗര്യ രാജവംശം. ഇവരെല്ലാം ഈ ഗുപ്ത രാജവംശം, മൗര്യ രാജവംശം, പരമാര രാജവംശം ഇതെല്ലാം വാണിരുന്ന അല്ലെങ്കിൽ ഇവരെല്ലാം റൂൾ ചെയ്തിരുന്ന ഒരു റീജിയൻ കൂടിയാണ് നമ്മൾ ഈ പറയുന്ന മാൾവ പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞത്. പിന്നീട് 1300 കാലഘട്ടം, 1300 ശേഷം മുസ്ലിം ഭരണാധികാരി ഇസ്ലാമികൾ അത് അറ്റാക്ക് ചെയ്യുകയും അത് കോൺക്വർ ചെയ്യുകയും ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. അതിനുശേഷം പിന്നീട് അവിടെ മറാത്ത രാജവംശം അവരും അറ്റാക്ക് ചെയ്യുന്നു. പിന്നീടാണ് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോകുന്നതെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിക്കോ? അപ്പൊ ഇത്രയാണ് മാൾവ പ്ലാറ്റ്യൂവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട. ഓർത്തു വയ്ക്കുക, മാൾവ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് വിന്ധ്യയ്ക്കും ആരവല്ലിക്കും മധ്യയുള്ള ഒരു ഭാഗമാണ്. മധ്യപ്രദേശിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ഏരിയ, മധ്യപ്രദേശിന്റെ പരിപൂർണമായ ഒരു ഏരിയ കൂടി വരുന്ന ഒരു റീജിയൻ ആണ് എന്ന് ഓർത്തു വയ്ക്കുക. ആ മാൾവ പ്ലാറ്റ്യൂവിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ് നമ്മൾ പറഞ്ഞത് ചമ്പല്, ബെട്വ, സിന്ധ്, കെൻ, മഹി, ഗംഭീർ, പാർവതി, സിപ്ര തുടങ്ങിയ നദികളെല്ലാം ഇവിടെ നിന്ന്. അതിൽ ചമ്പലും ബെട്വ, സിന്ധ്, കെൻ ഇതെല്ലാം നമ്മുടെ യമുന നദിയുടെ പോഷക നദികളാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. പ്രധാനമായിട്ടും ഈ റീജിയനിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് മൗര്യ രാജവംശം ഉണ്ടായിരുന്നു, ഗുപ്ത രാജവംശം ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ മറാത്ത രാജവംശം അറ്റാക്ക് ചെയ്തൊരു ഏരിയ കൂടിയാണ്. പിന്നീട് അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് പോവുകയാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിക്കോ? ഇതാണ് മാൾവ പ്ലാറ്റ്യൂവുമായി ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർത്തു വയ്ക്കുക. ഫസ്റ്റ് ഫോറിൻ ഗെറ്റ് ഭാരതരത്ന. ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശിയായിരുന്നു. ഓർത്തുക, ഈ വർഷം 2024 ഇതുമായി ബന്ധപ്പെട്ട SSC ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ സംഗീതജ്ഞ MS സുബ്ബലക്ഷ്മിയെ ആദ്യമായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മറ്റ് എന്താ പറയാ സംഗീതജ്ഞ ലതാ മങ്കേഷ്കർക്ക് ഈ വർഷം ഭാരതരത്നം കിട്ടിയതുമായി ബന്ധപ്പെട്ട ചോദ്യം SSC ഉണ്ടായിരുന്നു. ലതാ മങ്കേഷ്കർ ഏത് വർഷമാണ് ഭാരതരത്നം ലഭിച്ചത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ SSCയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആർട്ട് ആൻഡ് കൾച്ചർ. അതിൽ അവാർഡുകൾ വരാറുണ്ട്, ക്ലാസിക്കൽ ഡാൻസുകൾ വരാറുണ്ട്, ഫോക്ക് ഡാൻസുകൾ വരാറുണ്ട്, ഫെസ്റ്റിവൽസ് വരാറുണ്ട്. അപ്പൊ അതിൽ അവാർഡ് എന്നൊരു ഭാഗം നന്നായി പഠിക്കാൻ ശ്രമിക്കുക. ഈ വർഷം അതിന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ വിദേശിയായിരുന്നു. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 1968 അദ്ദേഹത്തിന് കിട്ടുന്നത്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഭാരതരത്നം ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഓർത്തിക്കുക, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അതോടൊപ്പം തന്നെ
ഖുദായ് ഖിദ്മത്കാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സേവകർ. ഖുദായ് ഖിദ്മത്കാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ സേവകർ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയാണ് നമ്മുടെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ആദ്യമായി ഭാരതരത്നം കിട്ടുന്ന വിദേശിയായിട്ട് വന്നത്. രണ്ടാമതായി കിട്ടുന്ന 1990 നെൽസൺ മണ്ടേലയ്ക്കാണ്. രണ്ടാമതായി ഭാരതം കിട്ടുന്ന വിദേശിയാണ് നെൽസൺ മണ്ടേല. അപ്പൊ ആദ്യമായിട്ട് ഭാരതത്തിന് കിട്ടുന്ന ആരാധന മറക്കാണ്ട് പഠിക്കുക. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഖുദായ് ഖിദ്മത്കാർ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തിയെ കൂടിയാണ് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി. ഇനി നമുക്ക് ഭാരതരത്നം നോക്കാം. ഭാരതരത്നം ഓർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം, വിച്ച് ഇസ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം എന്ന് പറയുന്നത്. 1954 ജനുവരിയിലാണ് നമ്മുടെ ഭാരതരത്നം ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭാരതരത്നം കൊടുത്തു തുടങ്ങിയാൽ ആ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ 1954 ജനുവരിയിലാണ് നമ്മുടെ ഭാരതരത്നം എന്ന അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ്, ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്. രണ്ടാമത് വരുന്നത് പത്മവിഭൂഷണാണ്, മൂന്നാമത് പത്മഭൂഷണാണ്, നാലാമത് പത്മശ്രീയാണ്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട സിവിലിയൻ അവാർഡുകളാണുള്ളത്. ഭാരതരത്ന, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ അതിൽ ഭാരതരത്നം 1954 ജനുവരിയിൽ ആരംഭിക്കുന്നു. ഈ ഭാരതരത്നം അവാർഡ് ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ സിവിലിയൻ പരമോന്നത സിവിലിയൻ അവാർഡ് ആദ്യമായി ലഭിക്കുന്ന ആരൊക്കെയാണ്? ഒന്നോർത്തിക ഡോക്ടർ രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ അന്നത്തെ ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ, CV രാമൻ ആൻഡ് C രാജഗോപാലാചാരി. ഭാരതത്തിന് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാർ എന്നത് ഡോക്ടർ രാധാകൃഷ്ണനാണ്, CV രാമനാണ്, അതോടൊപ്പം തന്നെ C രാജഗോപാലാചാരി. ദാറ്റ് ഈസ് ഫസ്റ്റ് റിസിപ്പിയന്റ് ഓഫ് ദം. ഇവരിൽ ആദ്യമായി സ്വീകരിച്ചത് ആരാച്ചാണ്? C രാജഗോപാലാചാരി. മൂന്നാൾക്കും ഒരേ വർഷമാണ് കിട്ടുന്നത്. ആർക്കൊക്കെ? രാധാകൃഷ്ണൻ, CV രാമൻ, C രാജഗോപാലാചാരി. മൂന്നാൾക്കും ഒരേ വർഷമാണ് കിട്ടുന്നതെങ്കിൽ പോലും അതിൽ ആദ്യത്തെ റെസിപ്പിയൻസ് ആദ്യമായി ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ അത് C രാജഗോപാലാചാരി എന്ന് നോക്കിയ. അപ്പൊ ഭാരതത്തിന് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരാണ് നമ്മൾ CV രാമൻ, ഡോക്ടർ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ C രാജഗോപാലാചാരി എന്ന് ഓർക്കുക. ഇനി ഭാരതത്തിന് കിട്ടുന്ന ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ് ഓർക്കുക. രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ ഓർക്കുക. ഭാരതത്തിന് കിട്ടുന്ന ആദ്യത്തെ വനിത, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ഗെറ്റ് ഭാരതരത്ന. ഭാരതത്തിന് കിട്ടുന്ന ആദ്യത്തെ വനിത എന്ന് പറഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ഭാരതം കിട്ടുന്നത്. രണ്ടാമത്തെ വനിത എന്ന് പറയുന്നത് മദർ തെരേസയാണ്. അപ്പൊ ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധിയാണ്. രണ്ടാമത്തെ വനിത എന്ന് പറയുന്നത് ആരാണ്? മദർ തെരേസ. ആദ്യത്തെ വനിത ഇന്ദിരാഗാന്ധി, രണ്ടാമത്തെ വനിത മദർ തെരേസ. ഇനി ഭാരതരത്ന ഗെറ്റ് ഓൺ പോസ്റ്റ്മസ്ലി. മരണാനന്തരം ഭാരതരത്ന ആദ്യത്തെ വ്യക്തി വെച്ചാൽ അത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതേസമയം ആദ്യത്തെ വനിത എന്ന് പറഞ്ഞാൽ അരുണ ആസഫ് അലിയാണ്. ഭാരതരത്നം മരണാന്തരം കിട്ടുന്ന ആദ്യത്തെ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. മരണാന്തരം കിട്ടുന്ന ആദ്യത്തെ വനിത എന്ന് പറഞ്ഞാൽ അത് അരുണ ആസഫ് അലിയാണെന്ന് ഓർത്തിക്കുക. ഇനി ഭാരതത്തിന് കിട്ടുന്ന ആദ്യത്തെ മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, അത് MS സുബ്ബലക്ഷ്മിയാണ്. രണ്ടാമതാണ് നമ്മുടെ ആർക്ക് കിട്ടുന്നത്? ലതാ മങ്കേഷ്കർക്ക്. ലതാ മങ്കേഷ്കർക്ക് ഏത് വർഷം കിട്ടിയെന്നായിരുന്നു ഈ വർഷത്തെ ചോദ്യം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ലതാ മങ്കേഷ്കറിന്റെ അതിന് ആദ്യമായി കിട്ടുന്നത് MS സുബ്ബലക്ഷ്മിയാണ്. ഇനി ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, എൽഡസ്റ്റ് ഭാരതത്തിൽ കിട്ടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത് DK കാർവെയാണ്. DK കാർവെയാണ് ഭാരതത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. അതേസമയം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും യങ്ങസ്റ്റ്, അതോടൊപ്പം ആദ്യത്തെ ക്രിക്കറ്റർ അല്ലെങ്കിൽ ആദ്യത്തെ സ്പോർട്സ്മാൻ എന്ന് പറയുന്നതും ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഓർത്തുക, ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഭാരതത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറഞ്ഞാൽ DK കാർവെയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കറാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ സ്പോർട്സ്മാൻ കായിക താരവും സച്ചിൻ ടെണ്ടുൽക്കറാണെന്ന് ഓർത്തുവയ്ക്കുക. ക്ലിയർ ആയില്ലോ? ഇതാണ് ഭാരതം. ഇത് ടോട്ടലി ഇതേവരെ 53 ആളുകൾക്കാണ് ഇതേവരെ ഭാരതം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനമായി 2024 ഭാരതം കിട്ടിയത് ഒന്ന് കർപ്പൂരി താക്കൂറാണ്. രണ്ടാമത്തെ ആള് ലാൽ കൃഷ്ണ അദ്വാനി അല്ലെങ്കിൽ LK അദ്വാനിയാണ്. ചരൺ സിംഗ് ആണ്. അതോടൊപ്പം PV നരസിംഹറാവു, അതിനുശേഷം MS സ്വാമിനാഥൻ. 5 ആളുകൾക്കാണ് ഈ 2024 ഭാരതം ലഭിച്ച. ആർക്കൊക്കെയാണ്? ഒന്ന് കർപ്പൂരി താക്കൂർ, 2 LK അദ്വാനി, 3 ചരൺ സിംഗ്, 4 PV നരസിംഹറാവു, 5 MS സ്വാമിനാഥൻ. നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വർഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭാരതം ലഭിക്കുന്നത് ആദ്യമായാണ് ഈ വർഷം 5 ആളുകൾ. ഇതേവരെ നമ്മുടെ 54 ഭാരതം ആരംഭിച്ച് ഇതേവരെ 5 ആളുകൾക്ക് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭാരതം ലഭിക്കുന്ന വർഷമാണ് 2024 5 ആളുകൾക്കാണ് കിട്ടുന്നത് ഓർക്കുക. ഇനി ഭാരതത്തിന്റെ ബെനിഫിറ്റുകൾ, ഭാരതത്തിന്റെ പ്രൈസ് അവാർഡ് നോക്കി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിൽ അവാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ക്യാഷ് പ്രൈസ് ഇല്ല. ക്യാഷ് കൊണ്ട് വിലമതിക്കാൻ പറ്റാവുന്ന ഒരു ഫീൽഡായിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ക്യാഷ് പ്രൈസ് ഇല്ല. പകരം ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പിട്ട അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സിഗ്നേച്ചറുള്ള ഒരു പ്രശസ്തി പത്രം, സന്നദ്ധ എന്നാണ് അതിന് പറയുക. സന്നദ്ധ ഇന്ത്യൻ രാഷ്ട്രപതി സൈൻ ചെയ്ത ഒരു സന്നദ്ധ അല്ലെങ്കിൽ ഒരു പ്രശസ്തി പത്രമാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ ഒരു ആലിലയുടെ മാതൃകയുള്ള മെഡലാണ്, ഒരു പതക്കമാണ് ലഭിക്കുക. ആലിയുടെ പീപ്പിൾ ലീഫ്,
ആലിയുടെ മാതൃകയുള്ള ഒരു പതക്കമാണ്. ഒരു ഭാഗത്ത് ദേവനാഗരി സ്ക്രിപ്റ്റിൽ ഭാരതരത്ന എന്നും മറുഭാഗത്ത് ദേവനാഗരി സ്ക്രിപ്റ്റിൽ തന്നെ സത്യമേവ ജയത എന്നും എഴുതിയുള്ള ഒരു ആലിലയുടെ മാതൃകയുള്ള ഒരു മെഡലാണ് ഇതിനൊപ്പം ലഭിക്കുന്നത് ഓർത്ത് വയ്ക്കുക. ഇതാണ് ഭാരതരത്ന അവാർഡിൻ്റെ ആ ഒരു തുക എന്ന് പറയുന്നത്, അല്ലാതെ ക്യാഷ് പ്രൈസ് ആയിട്ട് വരുന്നില്ല. പിന്നെ മറ്റ് ചില ബെനിഫിറ്റുകളുണ്ട്. മറ്റു ചില ബെനിഫിറ്റുകൾ വെച്ചാൽ ഒന്ന്, ഈ ഭാരതത്തിൽ ലഭിക്കുന്ന ആളുകൾ പെൻഷനായിട്ട് ലഭിക്കുന്നത് അവർക്ക് മരണം വരെ ലഭിക്കുന്ന പെൻഷൻ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന സാലറി എത്രയാണോ അതിന് നേർപകുതി, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാലറി എത്രയാണോ അതിന് നേർപകുതി അവർക്ക് പെൻഷൻ ലഭിക്കുന്നു. ഓൾ ഇന്ത്യയിൽ മുഴുവൻ അവർക്ക് ട്രാവൽ ഫ്രീ ആണ്. Z+ കാറ്റഗറി സെക്യൂരിറ്റി അവർക്ക് ആവശ്യപ്പെടാം. അതോടൊപ്പം ഓരോ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ അവർ ചീഫ് ഗസ്റ്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഭാരതം ലഭിച്ച ഒരു വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ കേരളത്തിൽ വരുന്ന അദ്ദേഹത്തെ ഈ സംസ്ഥാനത്തിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ വരുന്നത്. പിന്നെ ഓർഡർ ഓഫ് പ്രിൻസൻസീസ്, അധികാരത്തിൻ്റെ ശ്രേണിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഓഫ് മുൻഗണനാ ക്രമത്തിൽ ഇവിടെ 7ാം സ്ഥാനം എന്ന് വെച്ചാൽ ഒരു ഗവർണറുടെ സ്ഥാനം കൂടിയാണ് നമ്മൾ ഈ ഭാരതത്തിൽ ലഭിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ബെനിഫിറ്റുകളെല്ലാം ഫോറിൻ യാത്രകൾക്കും അവർക്ക് കൺസെഷനാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അവിടെ എംബസികളൊന്നും അവരെ സ്വീകരിക്കും, ചീഫ് ഗസ്റ്റായിട്ട് സ്വീകരിക്കണം. ഇങ്ങനെ ഒരുപാട് പെർക്കുകൾ ആൾക്കാർക്ക് ഈ ഭാരതത്തിൽ ലഭിച്ച ആളുകൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിക്കല്ലോ. അപ്പോൾ ഇതാണ് ഭാരതനുമായി ബന്ധം. ഭാരതനം എന്താണെന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ വേറെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ആ ഒരു ടോപ്പിക് ഉണ്ട്, ഭാരതന അവാർഡ് എന്താണ് ഏതാണെന്ന് ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓർത്ത് വയ്ക്കുക, നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഭാരതനം ലഭിച്ച ആദ്യത്തെ വിദേശിയാരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണെന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഖുദായ് ഖിദ്മത്കാർ എന്ന സംഘടന സ്ഥാപിച്ച വ്യക്തി എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ അതിനുശേഷം ഭാരതവുമായി ബന്ധപ്പെട്ട് ആദ്യമായി കിട്ടുന്ന ആളുകളാണ് അവാർഡ് പ്രഖ്യാപിച്ചതെന്നാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞത്. സോ ഇനി മൂന്നാമത്തെ ചോദ്യം ലിബർഹാൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ്? ലിബർഹാൻ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓർക്കുക, ലിബർഹാൻ കമ്മീഷൻ ഇറ്റ് ഈസ് എൻക്വയറി കമ്മീഷൻ ഓൺ ബാബറി മസ്ജിദ് ഡെമോളിഷൻ. ഇറ്റ് ഈസ് എൻക്വയറി കമ്മീഷൻ ഓൺ ബാബറി മസ്ജിദ് ഡെമോളിഷൻ. 1996 ഡിസംബർ 6 1996 ഡിസംബർ 6 നമ്മുടെ ബാബറി മസ്ജിദ് തല്ലി തകർക്കുന്നത്. ആ ബാബറി മസ്ജിദ് തകർത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ കമ്മീഷൻ 1992 ഡിസംബർ 16 പ്രഖ്യാപിച്ചു. ആ 1992 ഡിസംബർ 16 പ്രഖ്യാപിച്ച അന്വേഷണ കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ എന്ന് പറയുന്നത്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തത്. ആ ഡിസംബർ 6 കഴിഞ്ഞ് ഡിസംബർ 16 നമ്മൾ ലിബർഹാൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നു. 3 മാസമായിരുന്നു ഈ കമ്മീഷന്റെ കാലാവധി. ഒരു ഏകാംഗ സിംഗിൾ മെമ്പർ ബോഡി കമ്മീഷനാണ്. 3 മാസമായിരുന്നു കമ്മീഷന്റെ കാലാവധി. പക്ഷെ അത് 48 തവണയോളം എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം 17 വർഷങ്ങൾക്ക് ശേഷം, ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ദീർഘകാലവും ഏറ്റവും കൂടുതൽ തുക ചെലവാക്കിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എൻക്വയറി കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ. 48 തവണ എക്സ്റ്റെൻഡ് ചെയ്ത് 17 വർഷങ്ങൾക്ക് ശേഷം 2009 അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിന് റിപ്പോർട്ട് കൈമാറുന്നത്. ഈ കമ്മീഷന് വേണ്ടി ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 8 കോടി രൂപയാണ്. എത്രയാണ്? 8 കോടി രൂപയാണ് ഈ കമ്മീഷന് വേണ്ടി ഗവൺമെൻറ് ചെലവാക്കിയതെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലിബർഹാൻ കമ്മീഷൻ. അപ്പോൾ ലിബർഹാൻ കമ്മീഷൻ എന്ന് ഓർത്ത് വയ്ക്കുക, ബാബറി മസ്ജിദ് ഡെമോളിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയല്ലോ. കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാണ്ട് ഒരുപാട് കമ്മീഷൻസ് ഇന്ത്യയിലുണ്ട്. താക്കൂർ കമ്മീഷൻ, ജെയിൻ കമ്മീഷൻ, വർമ്മ കമ്മീഷൻ, ഒരുപാട് കമ്മീഷൻ. അപ്പോൾ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാണ്ട് അതിൽ ഒരു കമ്മീഷനാണ് നമ്മളിന്ന് പഠിച്ചത്, ലിബർഹാൻ കമ്മീഷൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നാണയങ്ങളിൽ മയിലിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത രാജാവ് ഏതാണ്? നാണയങ്ങളിൽ മയിലിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത രാജാവ് ഏതാണ്? ഓർത്ത് നോക്കിയത് നമ്മുടെ ഏൻഷ്യൻറ്റ് പീരീഡുകളിലെ ചോദ്യമാണ്. നമ്മുടെ ഗുപ്ത രാജവംശവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം PSCക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ രാജാവുമായി ബന്ധപ്പെട്ട ചോദ്യം കൊണ്ട് ഈ ചോദ്യം ചോദിച്ചില്ല. എങ്കിലും ടോപ്പിക്ക് ആ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം തിരഞ്ഞെടുക്കണം. SSCക്കും UPSCക്കും ചോദിക്കാറുണ്ട്. ഓർത്ത് നോക്കിയാൽ മയിലിൻ്റെ ചിത്രം നാണയങ്ങൾ ആലേഖനം ചെയ്ത ഗുപ്ത രാജാവ് ആരാണെന്ന് വെച്ചാൽ അത് കുമാരഗുപ്തനാണ്. നമ്മുടെ ചന്ദ്രഗുപ്ത രാജാവിന് ശേഷം, ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ഉണ്ടായത് ഒരു നദിയാണ് കുമാരഗുപ്തൻ. ഈ കുമാരഗുപ്തനാണ് നാണയങ്ങളിൽ മയിലിൻ്റെ ചിത്രം ആലേഖനം ചെയ്തത്. കുമാരഗുപ്തനുമായി ബന്ധപ്പെട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നും ചോദിക്കാറ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാണ്. ഓർക്കുക, നമ്മുടെ പ്രാചീന ഇന്ത്യയിലെ തന്നെയല്ല വേൾഡിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. ആ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കുമാരഗുപ്തനാണ്. ഈ ചോദ്യമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിക്കാറ്, നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? അപ്പോൾ ഓർക്കുക, കുമാരഗുപ്തനാണ്. പിന്നീട് നമ്മുടെ ബക്തിയാർ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജിയുടെ കമാൻഡായിരുന്ന, മുഹമ്മദ് ഘോരിയുടെയൊക്കെ കമാൻഡായിരുന്ന ബക്തിയാർ ഖിൽജിയാണ് പിന്നീട് ഈ പറഞ്ഞ നളന്ദ യൂണിവേഴ്സിറ്റി തല്ലി തകർത്തതെന്ന് ഓർക്കുക. അപ്പോൾ ആ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആളും നമ്മുടെ കുമാരഗുപ്തൻ, അദ്ദേഹമാണ് നാണയങ്ങളിൽ
മയിലിൻ്റെ ചിത്രം ആലേഖനം ചെയ്തത്. ഇനി ഗുപ്ത രാജവംശം ഓർത്ത് വയ്ക്കുക. AD 320 മുതൽ 355 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ ഉത്തർപ്രദേശിൻ്റെ പ്രയാഗ് ആസ്ഥാനമായി ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് ഗുപ്ത രാജവംശം. AD 320 മുതൽ 355 വരെയുള്ള കാലഘട്ടം പ്രയാഗ് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ് ഗുപ്ത രാജവംശം. ഈ ഗുപ്ത രാജവംശം സ്ഥാപിക്കുന്നത് ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചെങ്കിൽ പോലും അതൊരു വലിയ സാമ്രാജ്യമാക്കി മാറ്റിയത് ചന്ദ്രഗുപ്തനായിരുന്നു എന്ന് ഓർക്കുക. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ച ശ്രീഗുപ്തനാണ്. AD 320 പക്ഷെ അതൊരു വലിയ സാമ്രാജ്യമാക്കി മാറ്റിയത് ചന്ദ്രഗുപ്തനാണ്. ആ രാജവംശത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഈ പറഞ്ഞ കുമാരഗുപ്ത. ആ ഗുപ്ത രാജവംശം സ്ഥാപിച്ച AD 320 നമ്മൾ ഗുപ്ത കാലഘട്ടം അല്ലെങ്കിൽ ഗുപ്ത ഇറ എന്നറിയപ്പെടുന്നു. AD 320 അപ്പോൾ ഗുപ്ത രാജവംശം സ്ഥാപിച്ചതാരാണ്? ശ്രീഗുപ്തനാണ് ഓർത്തിക്കുക. അതൊരു വലിയ സാമ്രാജ്യമാക്കി മാറ്റിയത് ചന്ദ്രഗുപ്തനാണ്. അതേസമയം അതിൽ തന്നെ ആ രാജവംശത്തിൽ തന്നെ നാണയങ്ങളിൽ മയിലിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത വ്യക്തിയാണ് കുമാരഗുപ്തൻ. അദ്ദേഹമാണ് നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഗുപ്ത ഇറ നമ്മൾ കൊല്ലവർഷം എന്നൊക്കെ പറയില്ല, അതുപോലെ ഗുപ്തവർഷം ആരംഭിക്കുന്നത് AD 320 ഓർത്തിക്കുക. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 4 ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ക്ലാസ്സിൽ പഠിച്ചത്. ഒന്ന്, നമ്മുടെ മാൾവ പ്ലാറ്റ്യൂ എന്താണ്, ആ മാൾവ പ്ലാറ്റ്യൂവിൽ ഉപയോഗിക്കുന്ന നദികൾ ഏതാണെന്ന് വ്യക്തമായി പഠിച്ചു. രണ്ടാമത് ഭാരതരത്നം കിട്ടുന്ന ആദ്യത്തെ വിദേശിയാണെന്ന് പഠിച്ചു. അതോടൊപ്പം ഭാരതരത്നം എന്ന അവാർഡ് എന്താണ് അതും പഠിച്ചു. മൂന്നാമത് നമ്മുടെ ബാബറി മസ്ജിദ് തല്ലി തകർത്ത കമ്മീഷൻ ലിബർഹാൻ കമ്മീഷൻ, ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പീരീഡ് ആയിട്ടുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ. 8 കോടി രൂപ, അത് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ചത് കുമാരഗുപ്തനുമായി ബന്ധപ്പെട്ടാണ് ഗുപ്ത രാജവംശമാണ്. അപ്പോൾ ഈ 4 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ 4 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 ടോപ്പിക്കുകൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിനെല്ലാവർക്കും